രണ്ടും കേൾപ്പിച്ചിരുന്നോ? നോ പ്രോബ്ലം. കേട്ടതിനപ്പുറം ഒന്നും ഇനി എന്ത് കേൾക്കാൻ പോകുന്നു? താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ദയവായി അല്പസമയത്തിന് ശേഷം. ഇത് അങ്ങോട്ട് വിളിക്കുമ്പോൾ എടുക്കൂല. ഇതാണ് ഇവരുടെ കുഴപ്പം. എന്തായാലും ഇനി വിളിക്കാൻ നോക്കാം. ഇനി ഒരാളും കൂടി ഉണ്ട്. ഒരു സെക്കൻഡ്. അറബി വിളിച്ചാണ്. ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ അറബി വിളിച്ച നിങ്ങളുടെ സ്വന്തം അറബി വിളിച്ച. ഒരു സെക്കൻഡ്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2 ചാനലിലുണ്ട്. അടുത്ത കോൾ. ഇത് നമ്മളുടെ കെട്ടുകഥ കോയ. ഇന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് വീണ്ടും എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വിളിച്ചു കളയാം. കേൾക്കാമല്ലോ അല്ലേ ടീച്ചർക്ക്? ഹലോ ഹലോ, കെട്ടുകഥ കോയ അല്ലേ? പറഞ്ഞു. അതെ, ഞാനും ഉണ്ട്, ജാമിദ ടീച്ചറും ഉണ്ട്. നിങ്ങൾക്ക് ചോദിച്ചോ? ഞാനും ഉണ്ട്, ജാമിദ ടീച്ചറും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ? ഓക്കെ ഓക്കെ. ഞാൻ പിന്നെ നിങ്ങൾക്ക് തിരക്കാണെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടോ? വളരെ നല്ല കാര്യം. ഇപ്പൊ തിരക്കില്ല, ഇപ്പൊ ലൈവിലാണ്. നിങ്ങൾ സംസാരിക്കുന്ന ലൈവാണ്. പറഞ്ഞോളൂ. ഒരു 2500 ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 2000 ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 2000, 3000, 10,000 കണ്ടുകൊണ്ടിരിക്കണം. നമുക്ക് വിഷയമുള്ള പറഞ്ഞോളൂ. പിന്നെ ഈ കാഫറുകളെ കണ്ടെടുത്ത് വെട്ടി കൊല്ലണം എന്നാണ് മുസ്ലിമിന്റെ നിയമം എന്ന് പറയുന്നു. എന്നിട്ട് എത്ര പേര് ഇവിടെ മതത്തിന്റെ പേരിൽ ആരാ കൊന്നിട്ടുണ്ട് നമ്മുടെ നാട്ടില്? കൊന്നിട്ടുണ്ടോന്നോ? നമ്മുടെ നാട്ടില് എത്ര പേര് കാശ്മീരി പണ്ഡിറ്റുകൾ അറിയോ? ഇവിടത്തെ കാര്യം പറയുമ്പോ നിങ്ങൾ ഈ പാകിസ്ഥാനിലോട്ട് പോവാതെ, കാശ്മീരിലോട്ട് പോവാതെ. ആയിക്കോട്ടെ, കാശ്മീരിലോ പാകിസ്ഥാനിലോ നടക്കുന്ന സംഭവം അല്ല പറയുന്നത്. പിന്നെ അപ്പൊ ഒരു ഖുർആനിലോ ഒരു പ്രവാചകനിലോ അങ്ങനെ നിയമം ഇപ്പം മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട. അതായത് മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചതിനുള്ള ഉത്തരാണ് പറയുന്നത്. കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവര് കാഫിറായിരുന്നില്ലേ? അതെ. അവരെ ആരാ കൊന്നത്? അവരെ കൊന്നത് നാട് പിടിയിച്ചത് ആരാണ്? അതെല്ലാം വേറെ ഇതാ. നിങ്ങൾ പറയുന്ന പോലെ മുസ്ലിങ്ങൾ മതത്തിന്റെ പേരിൽ ആരെയും കൊന്നിട്ടില്ല. കാശ്മീരി പണ്ഡിറ്റുകളെ കൊന്നെന്ന് കൊന്നത് എന്തിനാണെന്നുള്ള നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ആണല്ലോ, അത് നിങ്ങൾക്ക് അറിയില്ലേ? അതായിക്കോട്ടെന്നോ? എന്തായിക്കോട്ടെന്നോ? കൊന്നോട്ടേന്നോ? അത് അവിടെ കാശ്മീരിലും പാകിസ്ഥാനിലും കാശ്മീർ ഇന്ത്യയിലാണ് കോയ. ഇനി അടുത്തത് ചോദിക്കൂ. നിങ്ങൾക്ക് ജാമിദ ടീച്ചറോട് എന്തെങ്കിലും ചോദിക്കാണ് ചോദിക്കൂ. ജാമിദ ടീച്ചറോടൊന്നും ചോദിക്കുന്നത് ഞാൻ അവളോട് സംസാരിക്കാറില്ല. പെണ്ണുങ്ങളോട് സംസാരിക്കേണ്ട കാര്യം നമുക്ക്. പെണ്ണുങ്ങളോട് എന്താ സംസാരിച്ചാൽ നിങ്ങളുടെ സാധനം ഊരി പോവോ? ഊരിപ്പോന്നല്ല, പറയൂ. നിങ്ങളുണ്ടല്ലോ, നിങ്ങളുള്ള പിന്നെ അവര് സംസാരിക്കേണ്ടി വരുന്നുണ്ടോ? ടീച്ചർക്ക് എന്തെങ്കിലും ഈ പെണ്ണുങ്ങളെ പേടിക്കുന്ന ഈ കോയോട് വല്ലതും പറയാനുണ്ടോ ടീച്ചർ? പെണ്ണുങ്ങളെ പേടിയൊന്നുമില്ല. പെണ്ണുങ്ങളെ എന്തിനാ പേടിക്കുന്നത്? നമ്മളെ കുടുംബമായിട്ട് നമുക്ക് കെട്ടോളും പിള്ളേരെ കൊള്ളാം. അല്ല, ഒരു സെക്കൻഡ്, നിങ്ങൾ ഹോൾഡ് ചെയ്യൂ. ടീച്ചർക്ക് നിങ്ങളോട് എന്തോ പേടിയൊന്നുമില്ല. ഒന്ന് ഹോൾഡ് ചെയ്യൂ. ഒന്നാമതായിട്ട് അല്ല, ഇതാരോ ആവട്ടെ സഹോദര, ഇത് ഹദീസ് അല്ല, ഖുർആൻ ആയത്താണ്. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 5-ാമത്തെ വചനമാണ്. കാഫിറുകളെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് ആയിക്കോട്ടെ. അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എവിടെ ഹദീസ് കിട്ടുന്നു എന്നാണ്. ടീച്ചർ ഈ നബിയെ കുറിച്ച് മറുപടി പറയട്ടെ, എന്നിട്ടല്ലേ രണ്ടാമത് ചോദ്യം. കാഫിറുകളെ കൊല്ലാനൊന്നും ഒരു മതത്തിലും പറയില്ല, പറഞ്ഞിട്ടുമില്ല. അത് ഇസ്ലാമെന്നല്ല, അത് ഇസ്ലാമെന്നല്ല, അത് ഇസ്ലാമെന്നല്ല, ക്രിസ്ത്യാനിയൊന്നുമല്ല, ഹിന്ദുവിനുമല്ല. ഒരു മതത്തിലും കൊല്ലാൻ പറഞ്ഞിട്ടില്ല ഭായി. അത് നിങ്ങൾ വെറുതെ തള്ളണ്ട. നമുക്ക് ഖുർആനിലും പറഞ്ഞിട്ടില്ല, ഹിന്ദു ഒരിടത്തും. സമയം തരൂ സുഹൃത്തെ. നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ, ആ ചോദ്യത്തിന് റെസ്പോണ്ട് ചെയ്യട്ടെ. അടങ്ങ്. പറ. ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണമാണല്ലോ. ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണമാണ്. 9-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ ഭായി, അത് സത്യം നിങ്ങൾ വളച്ചൊടിക്കുന്നതാണ്.
നിങ്ങൾ ഇല്ല, അവിടെ എന്നാ നേരെയുള്ളത് നിങ്ങൾ പറ. നേരെയുള്ളത് നിങ്ങൾ പറയൂ, കേൾക്കാം. ഞാൻ പറയട്ടെ, നിങ്ങള് ഇപ്പം ഒരു മനുഷ്യന്റെ പടം വരയ്ക്കുന്നു, എന്നിട്ട് അടുത്തതിലേക്ക് പോകല്ലേ, അടുത്തതിലേക്ക് പോകല്ലേ, പറയുന്ന കേക്കല്ലേ, എനിക്കൂടെ പറയാൻ അവസരം എന്താ? നിങ്ങൾ ഇത് വെട്ടാതെ ഇതില് നിക്ക്. ഇത് ഖുർആനിൽ ഉണ്ടോ ഇല്ലേ, അതിൽ നിക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകും. അതാ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ, നിങ്ങള് ഒരു മനുഷ്യനെ പടം വരച്ചിട്ട് അതിന്റെ നിങ്ങൾ പറഞ്ഞതല്ലേ ഇതുവരെ കേട്ടത്. ഇനി അവിടെ നിക്ക് സുഹൃത്തെ, ഞങ്ങളതിന്റെ മറുപടി പറയട്ടെ. സുഹൃത്തെ, നിങ്ങൾ അവിടെ നിക്ക്. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 5-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയിടത്തു വെച്ച് കൊന്നുകളയുക എന്നാണ് പറഞ്ഞത്. ഒന്ന് ഇനി തരാം, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു മിസ്റ്റർ കോയ? ഇത് ഹദീസല്ല, ഇത് ഖുർആനാണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഹദീസ് കിട്ടുന്നത് അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ആദ്യം ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ് എന്നൊന്ന് വേർതിരിച്ച് പഠിക്കേ. ഹദീസ് അല്ല അത് പഠിക്കേണ്ട കാര്യമില്ല ഭായി, പഠിക്കേണ്ട കാര്യമില്ലേ? അത് പഠിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്കറിയാം. അതെ, അത് അവിടെ നിങ്ങളുടെ ഭാര്യയാണോ ഇരിക്കുന്നത്? ഭാര്യക്ക് ഫോൺ കൊടുക്കും. ഞങ്ങൾക്ക് പറയണ്ട, ഞങ്ങൾക്ക് അത് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭാര്യയാണോ മകളാണോ? ആരാ അവിടെ? ഏതോ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അതോ മാര്യത്തിൽ കിബിത്തിയാണോ നിങ്ങളുടെ വീട്ടിലെ? ഞങ്ങൾ മദ്രസയെ പഠിച്ചതാണ്. നിങ്ങളുടെ വീട്ടിലെ കേൾക്കൂ, നിങ്ങളുടെ വീട്ടിലെ അപ്പുറത്ത് മാര്യത്തിൽ കിബിത്തിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന് ഫോൺ കൊടുത്തേ. അതായിക്കോട്ടെ, അയമ്പറട്ടെ. ഇപ്പൊ ഞാൻ അവർക്ക് എന്തോ കാര്യം പറയാനുണ്ട്, സംസാരിക്കട്ടെ. എനിക്ക് താങ്കളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങളുടെ സ്ക്രീനിൽ ഇത് കാണുന്നുണ്ടോ? നമ്മളെ ലൈവ് സ്ക്രീനിൽ നിങ്ങളത് കാണുന്നുണ്ടോ? യൂട്യൂബ് എടുക്കൂ. അവിടെ ഞാനിപ്പോ സ്ക്രീനിൽ ഒരു സാധനം കാണിക്കുന്നുണ്ട്. ഇത് ഖുർആനാണോ ഹദീസാണോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ പഠിച്ചിട്ടുണ്ട് സ്ക്രീൻ എടുക്കൂ. നിങ്ങൾ യൂട്യൂബ് തുറക്കൂ. അടുത്ത വചനമുണ്ടല്ലോ, അതെടുത്തോ. 5:33. ഞാൻ പറയട്ടെ, നിങ്ങൾ അതല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്ന കള്ള ഹദീസാണ്. ഏത് തെളിവ് കാണിച്ചു തന്നാലും വിശ്വസിക്കാൻ ഞാൻ ആളല്ല. ഞാൻ പഠിച്ചതും എന്താണ് ഹദീസ് ഏതെങ്കിലും തലയ്ക്കൊക്കെ താളതാമസമുള്ളവരോടൊന്ന് ചോദിച്ചിട്ട് വാങ്ങുക. ഇത് ഖുർആനാണെന്ന് പറയുമ്പോ പിന്നെ ഹദീസാണ് കള്ള ഹദീസ്. ഖുർആൻ കള്ളാണെന്ന് നിങ്ങൾ സമ്മതിച്ച? ഹദീസ് കള്ളാണെന്ന് നിങ്ങൾ സമ്മതിച്ച? ആരെ കൊല്ലാൻ ഒരു മതവും പറഞ്ഞിട്ടില്ലാന്നല്ലോ നിങ്ങൾ പറഞ്ഞില്ല. പടച്ചോൻ പറഞ്ഞതാ, കാരുണ്യവാനായ പടച്ച റബ്ബ് ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും ഇസ്ലാം വിട്ടവരാണ്. ഇസ്ലാം മുസ്ലിം വിട്ടവർ തെരഞ്ഞെടുത്തോണ്ടിരിക്കുന്ന എന്തിനാ? നിങ്ങൾ പറയുന്ന മൊത്തം കള്ളത്തരമാണ്. മദ്യപാനം ഉപേക്ഷിച്ചവര് മദ്യത്തെ കുറിച്ച് സംസാരിക്കില്ലേ? അതുപോലെയാണോ ഇത്? ഒരു കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ലഹരി വസ്തുക്കൾ, കഞ്ചാവിനെ നിങ്ങൾ ഇങ്ങനെ എതിർക്കുന്നത് ശരിയാണോ? ഖുർആനിനെയും നിങ്ങൾ എന്തിനേയും നമ്മുടെ നാട്ടിൽ ജനാധിപത്യ നിയമം എന്താണ്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാതിരിക്കാം. അതുകൊണ്ട് പക്ഷെ അതിനെ അധിക്ഷേപിക്കാൻ വേണ്ടില്ല. അധിക്ഷേപിക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 19 പറഞ്ഞ വചനം അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ലേ? പറയുന്ന നേരാ. നിങ്ങൾ ഞങ്ങൾക്ക് ആർട്ടിക്കിൾ 19 എന്താ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആയിക്കോട്ടെ, ആർട്ടിക്കിൾ 19 ഇരിക്കില്ല. നിങ്ങൾക്ക് വിദ്യാഭ്യാസമല്ല, നിങ്ങൾക്ക് അറബി അറിയില്ല, ഖുർആൻ ഏതാ ഹദീസ് ഏതാന്ന് അറിയില്ല, എന്നിട്ട് കടന്നിട്ട് ഇസ്ലാമിനെ രക്ഷിക്കും. എന്നാ പറയില്ലേ, ഇവിടെ സ്ക്രീനിൽ ഞാനിവിടെ ഒരു സാധനം വായിക്കാം. ഇത് ഖുർആനാണോ ഹദീസാണോ നിങ്ങളൊന്ന് പറയും. ഓക്കെ, പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഒരു എന്താ പറയാ, ഒരു ഹൂറി പരാമർശം തരും.
അതെ. അങ്ങനെ കേൾക്കാവുള്ളല്ലോ. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. എന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അവരെ കൊന്നുകൊള്ളണം. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഖുറാനിലാണോ ഇത് ഹദീസിലാണോ എന്ന് പറഞ്ഞു തരൂ. ഈ നിയമം ഉണ്ടെങ്കിൽ ഇവിടെ എത്ര പേരെ കൊന്നു? അതാ ഞാൻ പറഞ്ഞത്. 1921 മലബാർ കലാപത്തിൽ ഇവിടെ ഹിന്ദുക്കളെ കൊന്നോ? ഹിന്ദുക്കളെ കൊന്നോ? ഓക്കെ, സമ്മതിച്ചു. മലബാറിൽ കാശ്മീരി പണ്ഡിറ്റുകളെ അവിടെയുള്ള കാശ്മീരിലെ മുസ്ലിങ്ങൾ കൊന്നോ? ചേകനൂർ മൗലവിക്ക് എന്താണ് സംഭവിച്ചത്? കോയമ്പത്തൂർ ഉക്കട ഫാറൂഖിന് എന്താണ് സംഭവിച്ചത്? ജോസഫ് മാഷിന് എന്താണ് സംഭവിച്ചത്? എന്നെ പലതവണ കൊല്ലാൻ ശ്രമിച്ചു ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. നമ്മുടെ വീടിന്റെ അടുത്ത് കോടിക്കൾ നിങ്ങൾ കൊന്നിട്ടില്ല. നിങ്ങൾ നല്ല മനുഷ്യനാണ്. ഐ ലവ് യു. അതുകൊണ്ടല്ലേ നിങ്ങളെ ഞാൻ വിളിച്ചത്. നിങ്ങളോട് അത്ര സ്നേഹമാണ്. ഇവിടെ നൂറുകണക്കിന് മിസ്റ്റർ നൗഫൽ നിങ്ങളെ ഞമ്മക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളെ പെരുത്ത് മുഹബത്താണ് നിങ്ങളോട്. ഓക്കെ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഞമ്മള് വിളിച്ചത്. നിങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞമ്മളെ കൊന്നില്ലല്ലോ. നിങ്ങളോട് അതിന് തീരാത്ത നമുക്ക് നന്ദിയുണ്ട്. എന്റെ ഭായി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ആളിലേക്ക് പോകണം. നിങ്ങൾ ഏതായാലും ഖുറാനും ഹദീസെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതെ, നമുക്ക് സമയം പ്രശ്നമുണ്ട്. സമയം അതിക്രമിക്കുന്നു. നിങ്ങൾക്ക് ഖുറാനും ഹദീസും അറിയില്ല, അത് പഠിച്ചിട്ട്. ചുക്കനും ചുണ്ണാമ്പും അറിയാത്ത നമ്മളുടെ കെട്ടുകഥ റീലോട്. അടുത്തത് ഓൾറെഡി ഒരു വീഡിയോ വന്നതാണ്. നമുക്ക് ഒരു വീഡിയോ കൂടിയായി. നമ്മളുടെ എഡിറ്റർ ബ്രോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രേക്ക് ഒന്ന് കൊടുത്തോട്ടെ. ഒറ്റ സെക്കൻഡ്, ടീച്ചർ ഒന്ന് ഹോൾഡ് ചെയ്യും. യെസ്, അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് ടീച്ചർക്ക് ഇപ്പം മനസ്സിലായി. ടീച്ചർ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ദേഷ്യം വരരുത്, കൺട്രോൾ. ടീച്ചർക്ക് ഒരു കോയാത്തി കോളിംഗ് തുടങ്ങിക്കൂടെ? ഞാനിവിടെ കോയാ കോളിംഗ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കോയാത്തി കോളിംഗ് അങ്ങ് തുടങ്ങ്. എന്നിട്ട് അത് അവിടെ അങ്ങ് പൊളിക്കും ഒരു സൈഡിൽ കൂടെ. അതല്ലേ വേണ്ടത്. ഇതേപോലെ കുറേ ആളുകളുണ്ട്. ഇപ്പൊ കണ്ടല്ലോ, അതായത് വിശ്വാസികളെ. ഇപ്പൊ ഇന്നലെ നമ്മൾ ഷാക്കിറിനോട് സംസാരിച്ചപ്പോൾ ഷാക്കിർ പറയുന്നത് നമ്മൾ പറയുന്നത് മുഴുവൻ മതവിരുദ്ധമായ, നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉള്ള കാര്യങ്ങൾ പറയുന്നു. ഇതാണ് പുള്ളിയുടെ പരാതി. എന്നാൽ പുള്ളിക്ക് ഇത് വല്ലതും അറിയാതില്ല. AP അബൂബക്കർ പറഞ്ഞ് ഇസ്ലാമാണോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. AP അബൂബക്കറിനെ തള്ളുക അതുമില്ല. ഇത് താലിബാൻ ചെയ്തതും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. മുഹമ്മദ് നബിയും താലിബാനും ചെയ്തത് തമ്മിൽ വ്യത്യാസമുണ്ടോ അതും അറിയില്ല. ഇതൊന്നും അറിയാതെ വന്നിരുന്ന് തള്ളുന്ന ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇതേപോലെയാണ് ഓരോ ആളുകളും. ഒരു ആളും കൂടി വിളിക്കുന്നുണ്ടല്ലോ. ഒരു സെക്കൻഡ്, ടീച്ചർക്ക് ഒരു കോളും കൂടി എടുക്കാമല്ലോ അല്ലേ? സമയം പോകുന്നു, എനിക്ക് പോകണം. യെസ്, ഈ കോൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ നിർത്തി. പറയൂ സിയാദ്. ഹലോ, ആരിഫ് ഹുസൈനും ജാമിദയും ഒരുമിച്ചാണ്. പറഞ്ഞോളൂ. എന്താ പേര്? സിയാദ് എന്നാണ് ഇവിടെ കണ്ടേ. വിശ്വാസിയാണോ? വിശ്വാസി എന്ന് വെച്ചാല് നിങ്ങൾ മുസ്ലിമാണോ? മുസ്ലിമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമലൈക്കും. അങ്ങനെയാണോ? മുസ്ലിമാന്നല്ലേ പറഞ്ഞത്, ഇസ്ലാമാന്നല്ലേ? ഓ ശരിയാണല്ലോ. മുസ്ലിങ്ങളോട് സലാം അടക്കാൻ പാടില്ലല്ലോ. നിങ്ങളാണ് യഥാർത്ഥ മുസ്ലിം. ശരി, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, പറയൂ, ചോദിക്കൂ. ചോദിക്കുന്ന വെച്ചാൽ ഇന്ന് ഞാനൊരു വാർത്ത ചാനലിലൊരു ഇത് കണ്ട്. എന്താ കണ്ട്? ജനൻ ടിവിയില്. മൂപ്പര് സാക്കിർ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തനാണ് എന്ന് തോന്നുന്നു. രാഷ്ട്രീയ പ്രവർത്തനാണ്. നേതാവാണ്, യൂത്ത് ലീഗിന്റെ നേതാവാണ് സാക്കിർ അല്ലേ? അവരെ പൊളിച്ചടിക്കുന്നു. അത് ഞാൻ കണ്ട്. നിങ്ങൾക്ക് എന്താ അതിനകത്ത് ചോദിക്കാനുള്ളത്? അതിനകത്ത് ചോദിക്കാൻ എനിക്കൊന്നുമില്ല, കാരണം ഞാൻ പോയ പഠിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനൊന്നുമില്ല. ഷാക്കിർ അതിനകത്ത് ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞു എന്നാ പറയുന്നത്. നിങ്ങളുടെ പഠിപ്പ് വെച്ചിട്ട് അതിൽ നിങ്ങൾ കണ്ട കാര്യം ഒന്ന് ഷാക്കിറിനൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഷാക്കിറിന് ഒരു മറുപടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇട്ടേക്കാം, നിങ്ങളുടെ ശബ്ദം. അതിപ്പോ ഞാൻ എന്ത് പറയുന്നത്, അത് ഞാൻ കണ്ടിട്ട് ചിരിയാണ് എനിക്ക് വന്നത് കൂടുതലും.
ഷാക്കിർ പറഞ്ഞു സ്ത്രീ ഭരിക്കുന്ന ഇടം അത് ഒരു അങ്ങനെ ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് മുടിഞ്ഞു പോകും എന്ന ഹദീസ്, അത് ഞങ്ങൾ നുണ പറഞ്ഞതാണെന്നാണ് ഹദീസ് പറഞ്ഞു. അങ്ങനെ ഒരു ഹദീസ ഇല്ല എന്നാണ് ഷാക്കിർ പറയുന്നത്. അതേപോലെ സ്ത്രീയെ ഉപമിച്ചത് പട്ടിയോടും കഴുതയോടും, അങ്ങനെ ഒരു ഹദീസ ഇല്ല എന്നാണ് ഷാക്കിർ പറയുന്നത്. അതേപോലെ മറ്റു പല സാധനങ്ങളുണ്ടെന്ന് പറയാം. അങ്ങനത്തെ ഹദീസുകളൊന്നും ഇസ്ലാമിൽ ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊക്കെ? എന്റെ പഠനത്തിൽ കണ്ടേക്കണത് കൂടുതലും ഇസ്ലാമിൽ സ്ത്രീകളെ മടക്കി വായിക്കണം എന്നുള്ള ഒരു ഇതാണ് ഞാൻ കണ്ടേക്കണത്. എങ്ങനെ? കേട്ടില്ല, മനസ്സിലായില്ല. സ്ത്രീകളെ അടക്കി വായിക്കണം, അതായത് നമ്മളെ ഭാര്യമാരാണെങ്കിലും നമ്മൾ അത് അടക്കി വായിക്കണം അവരെ. അങ്ങനെയാണ് എന്റെ സങ്കല്പത്തിൽ കണ്ടേക്കണത്. പക്ഷെ അത് തെറ്റാണ്. അത് എങ്ങനെയാണ്? പിന്നെ മനസ്സിലായില്ല. എങ്ങനെയാണ്? നമ്മ എങ്ങനെയാണ് ജോലിയായിട്ട് എടുക്കണം, അതുപോലെ തന്നെ അവരെയും ജോലിയായിട്ട് നടക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണോ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്? ഇസ്ലാമിൽ അങ്ങനെയല്ല പഠിപ്പിക്കണത്. അടക്കി വാഴണം അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതാണോ ഉദ്ദേശിച്ചത്? പറഞ്ഞു. ഓ, നിങ്ങൾ മലപ്പുറംകാരാണ്. അടക്കി വായണം. ഓക്കെ, ഇപ്പൊ പിടികിട്ടി. ശരി. വേറെ എന്താണ് ഷാക്കിറിനോട് പറയാനുള്ളത്? വേറെന്ത് പറയാനാണ്? ഇത്രയൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും നിങ്ങൾ എങ്ങനെയാ വിശ്വാസിയായിട്ട് നിലകൊള്ളുന്നപ്പോ? അത് ജനിച്ച കാരണം നിൽക്കുന്നേ ഉള്ളൂ, വിശ്വാസമൊന്നുമില്ല. അപ്പൊ മുസ്ലിമായിട്ട് ജനിച്ചു പോയല്ലോ, അതുകൊണ്ട് നിൽക്കാണ്. ഓക്കെ. അപ്പൊ ഇത് നിസ്കരിക്കാറൊന്നുമില്ല? ഇല്ല. അത് ശരി. അപ്പൊ എക്സ് മുസ്ലിം ആണ് ഒരു വിധത്തിൽ പറഞ്ഞ? അത് പറയാൻ പറ്റില്ല. അത് ഈ അടുത്ത് വന്നതല്ലേ എക്സ് മുസ്ലിം എന്ന് വെച്ചാൽ നിങ്ങൾ മതം വിട്ടു, അതാണ് ഉദ്ദേശിച്ചത്? അതല്ല, എന്നാലും അതിപ്പോ ഈ അടുത്ത് വന്നതല്ലേ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളൊക്കെ ഒരു 10-20 നിങ്ങൾ മതം വിട്ടോന്നാ ഞാൻ ചോദിച്ചത്. പേര് ഒരു 10-20 കൊല്ലം മുമ്പ് മതം വിട്ടതാണ്. പള്ളിയിൽ പോയിട്ട് ഒരു 20 വർഷമൊക്കെ ആയിട്ടുണ്ടാവും പള്ളിയിൽ പോയിട്ട്. സമയം കളയാൻ വേണ്ടി. ശരി. അപ്പൊ എന്തായാലും അപ്പൊ ശരി. അസ്സലാമലൈക്കും. ടീച്ചറോട് എന്തെങ്കിലും പറയണോ? ടീച്ചർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നമ്മളുടെ അവസാനത്തെ കോളറാണ് ടീച്ചർ. പിന്നെ പഠിച്ചോനെ കളഞ്ഞിട്ട് 20 വർഷവും. ഇനി എങ്ങാനും പരലോകം ഉണ്ടെങ്കിലോ, സ്വർഗവും നരകവും ഒക്കെ? അത് നമ്മ കൊറേ ബിരിയാണി തിന്നതാണ്, ഇനിയിപ്പോ തിന്നേണ്ട ആവശ്യമില്ല. വളരെ സ്വാഗതം, വളരെ സ്വാഗതം. ഇതുപോലെ ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കാനാണ് നമ്മൾ ഇത്രയും തല്ലുകൊള്ളുന്നത്. അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് അതൊരു ബുദ്ധി വേണം, മനുഷ്യനിക്ക് ഒരു ബുദ്ധി വേണം. ബുദ്ധി ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ്. അപ്പൊ എന്തായാലും ആദ്യം നിങ്ങൾക്കൊരു മാറ്റം വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സ്ത്രീകളെ അടക്കി ഭരിക്കണം അല്ല, സ്ത്രീകൾക്ക് നമ്മളെ പോലെ ചോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? കൺഗ്രാചുലേഷൻസ്. അതാണ്. ഓക്കെ, അതുണ്ടാവണല്ലോ, അതുണ്ടാവണം. അതെന്തായാലും ആ ചോയ്സ് വേണം. കാരണം മുസ്ലിമിൽ മാത്രമില്ലാത്ത ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനിലൊക്കെ ഉണ്ട്. അവരൊക്കെ പെൺപിള്ളേര് പഠിച്ച് വലിയ ജോലി, വലിയ ഇതിലൊക്കെ എത്തുന്നുണ്ട്. അതേപോലെ മുസ്ലിം മാത്രമാണ് അങ്ങനെ എത്താത്തതും. ആ എത്താത്തതിന്റെ ഒരു വാർത്ത പോലും പോന്ന് അങ്ങനെ ഇടവഴിയാൻ പാടില്ല എന്നൊക്കെ കാന്തപുരം പറഞ്ഞു. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തത്. അതാണ് ആ ചർച്ചയിലല്ല വിളിച്ചത്. ഒരു കാര്യം ഞാൻ ചെയ്യാതിനോട് ഒറ്റ കാര്യം ലാസ്റ്റ് ചോദിക്കുകയാണ്. ഇപ്പോ ഇങ്ങനെ മതം ഉപേക്ഷിച്ച് മലപ്പുറത്ത് ഇങ്ങനെ ജീവിക്കുന്നു, പേരൊക്കെ തുറന്നു പറയുന്നു, ഇതുപോലെ ആ ഒരു ധൈര്യം എത്ര നാളായി കാണിക്കുന്നു? അതിലെ പറഞ്ഞ 20 വർഷമായിരുന്നു. പുറത്ത് തുറന്നു പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓ, വളരെ വലിയ കാര്യം. അപ്പൊ താങ്കൾ ഒരു മാതൃകയാണ്. താങ്ക്സ് ഫോർ ജോയിനിങ്. ഓക്കെ, സന്തോഷം വിളിച്ചല്ലേ. അപ്പൊ ടീച്ചറെ, ഈ പരിപാടി എങ്ങനെയുണ്ട്? നമ്മളെ കോയ കോളിംഗ് ഈ ലൈവില്? അപാരമായിട്ടുള്ള ക്ഷമ വേണം കേട്ടോ, വളരെയധികം വേണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇടയ്ക്ക് ഇതേപോലെ ടീച്ചർ ഒഴിവുള്ളപ്പോ പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലൈവായിട്ട് ഇതേപോലെ കോയമാരെ ഞാൻ ഇങ്ങനെ എന്റെ മുതലക്കുളത്തിൽ ഇഷ്ടംപോലെ കോയകളുണ്ട്, ഞാനിങ്ങനെ ഇട്ടിട്ട് തരാം, ടീച്ചർ പൊരിച്ചെടുത്തോളൂ. ഓക്കെ. അപ്പൊ ടീച്ചറെ, ഇന്നത്തെ സമയം കുറച്ചൊരു 19 മിനിറ്റ് ഞാൻ അധികം എടുത്തിട്ടുണ്ട്, മാപ്പാക്കണം. എന്തായാലും അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇക്കാടെ അടുത്ത് പ്രത്യേക അന്വേഷണം അറിയിക്കുക, നമുക്ക് വീണ്ടും അവിടെ കാണാം. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഞാൻ ടീച്ചർക്ക് വിട തരികയാണ്. 2 വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രജകളോട് ഞാൻ പറയട്ടെ, എന്നിട്ട് ബാക്കി. ഓക്കെ, താങ്ക് യു ടീച്ചർ. യെസ്, താങ്ക് യു സോ മച്ച്. ബൈ. യെസ്, അപ്പോൾ നമ്മളുടെ ലൈവ് ഇവിടെ അവസാനിച്ചു. കണ്ടു കാണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോയത് എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു.
നമ്മൾ സാധാരണ പറയാനുള്ള പോലെ ഈ ടി വി ചർച്ചയിലിരിക്കുമ്പോൾ സമയം ഒരു വലിയ ഇഷ്യൂ ആണ്. പിന്നെ ഈ ക്രോസ് ടോക്ക് വരാനും അതുപോലുള്ള സംഗതികളൊക്കെ പല കാര്യങ്ങളും നമുക്ക് മുഴുമിപ്പിക്കാൻ കഴിയാറില്ല, പലതും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ തരത്തിൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ നമ്മളുടെ ഇടയിൽ ഏറ്റവും അനുയോജ്യയായ ഒരു വ്യക്തി അതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടീച്ചർ തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. കാരണം ഈ സ്ത്രീയും ഇസ്ലാമും എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ ഒരു വീഡിയോ എൻ്റെ ഒരു യാത്രയിൽ പോലും തുടക്കത്തിൽ നമുക്കൊരു കാരണമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം ആ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുക. ഞാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ചാനലിൽ അതൊന്നുകൂടി സ്ട്രീം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പെർമിഷൻ എടുക്കണം, എന്നിട്ട് നമുക്ക് ചെയ്യാം. അതിനുള്ള വഴി നമുക്ക് ആലോചിക്കാം. നമ്മളുടെ കെട്ടുകഥക്കോയെ പിന്നെ വിളിക്കുന്നുണ്ട്, ചുമ്മാ ഒന്ന് എടുത്തു നോക്കാം എന്താണോ പുതിയ കാര്യം. ഹലോ, കട്ടാക്കിയതാണ്, നിങ്ങൾ സമയം കുറെ എടുക്കുന്നു. കട്ടാക്കിയത് അല്ലേ? പിന്നെ സമയം വേണം, അല്ലാതെ സമയമില്ലാത്ത ഞാനൊരു ആയത്ത് ഇവിടെ ഒരു സാധനം ഇവിടെ വായിച്ചു, അത് ഖുറാനിലാണോ ഹദീസിലാണോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഖുറാനിലാണോ ഹദീസിലാണോ ചോദിച്ചാൽ അത് സത്യമല്ല. ഖുറാനിൽ എഴുതിയതാണോ ഹദീസിൽ എഴുതിയത്? അതാദ്യം പറയൂ. അത് ഖുറാനിൽ നിന്നാണോ ഞാൻ വായിച്ചത് അതോ ഹദീസിൽ നിന്നാണോ ഞാൻ വായിച്ചത്? ഇത് ഹദീസിൽ നിന്നും ഖുറാനിൽ നിന്നല്ല. നിങ്ങൾ അതിന്റെ ശരിക്കുള്ള ഹദീസും ഖുറാനൊന്നും അല്ലത്. നിങ്ങൾ കടന്ന് മെഴുകി സമയം കളയരുത്. എല്ലാവർക്കും സമയം വളരെയധികം വിലപ്പെട്ടതാണ്. നിങ്ങൾ ചോദിച്ചതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. നിങ്ങൾ പറയുന്ന ഹദീസാണ്. നിങ്ങളുടെ കയ്യിൽ ഖുറാനുണ്ടോ വീട്ടില്? വീട്ടിൽ ഖുറാനുണ്ട്. ആ ഒന്ന് എടുക്ക്, പോയി എടുക്ക്. ഞാൻ വെയിറ്റ് ചെയ്തോളാം. അത് അറബി നിങ്ങൾ പോയി എടുക്ക്. നിങ്ങൾ ഖുറാൻ ഉണ്ടോ? പരിഭാഷ ഉണ്ടോ വീട്ടില്? പരിഭാഷ ഉണ്ടോ? പരിഭാഷ ഇല്ല, നമുക്ക് പരിഭാഷയുടെ ആവശ്യമില്ല. നമ്മൾ അറബിയാണ് പഠിച്ചത്. ആവശ്യമില്ലാത്ത തരം കോയാണ്. നിങ്ങൾക്ക് അറബി അറിയോ? ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് അറബി അറിയാം. അറബി നമ്മൾ ഓതി പഠിച്ചാണ്. അപ്പൊ അറബിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറബിയിൽ വായിച്ചാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവോ? അറബിയിൽ വായിച്ച അറബി ഭാഷ എന്ന് പറയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ ഈ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക? ഖുർആൻ അർത്ഥം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു ആയത്ത് വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവോ? അതായത് ഞാൻ പറയട്ടെ, ഖുർആൻ നിങ്ങൾ പറയുന്ന അർത്ഥവും നിങ്ങൾ പറയുന്ന, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ അറബി വായിക്കും. നിങ്ങൾക്ക് അർത്ഥം അറിയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് സത്യത്തിന് ഞാൻ അറബി വായിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം കിട്ടുമോ? ഞാനിപ്പോ ബാധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം ചോദിച്ചാണ്. ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചോ. അങ്ങനെ പോയാൽ പറ്റൂല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. ആദ്യം ഒരു ചെറിയ ചോദ്യം പ്ലീസ്. നിങ്ങൾ സത്യത്തിൽ ഈ കുതിരവട്ടം പപ്പുവിന്റെ ആരെങ്കിലും ആണോ? നിങ്ങൾ കുതിരവട്ടം പപ്പുവിന്റെ ആരെങ്കിലും ആണോ? എനിക്കിപ്പോ പറയാനുള്ളത്, നിങ്ങൾ കുതിരവട്ടം പപ്പുവിന്റെ ഇസ്ലാമിനെ കുറിച്ചല്ല. നിങ്ങൾ ഒരു മതത്തിനെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപിക്കരുത്. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മതത്തിനെ കുറിച്ച് നിങ്ങൾ മതം വിട്ടവരാണ്. ഒന്ന് പോടുക. നിങ്ങൾ മതം വിട്ടവരല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫാത്തിഹ ഒന്ന് ഓതി. ഞങ്ങൾ നിങ്ങളെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഞങ്ങളിപ്പോ ഇതുപോലെ ഒരു യൂട്യൂബർ ഉണ്ടാക്കി ഞങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണം. നിങ്ങൾ ഫാത്തിഹ ഓത്. ഞാൻ ഓതിയിട്ടുണ്ട്. ഒന്ന് ഓതിയേ, ഒന്ന് ഓത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ല, നിങ്ങളും 10-20 ഓതി പഠിച്ചതാണല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അത് നിങ്ങൾ ഓതാൻ പാടില്ല. നിർത്തൂ. അത് നിങ്ങൾ ഓതാൻ പാടില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? അന്യമതത്തെ വിമർശിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല നിങ്ങൾ പറഞ്ഞില്ലേ? അന്യമതത്തെ കളിയാക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിനൊരു നിയമമുണ്ട്. നിങ്ങളത് പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാ ഈ പറഞ്ഞ ഈ ഫാത്തിഹയിൽ ഈ ഭാഗം നിങ്ങൾ ഓതിയത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാ ഓതുക? അതിന്റെ അർത്ഥം എന്താ ഒന്ന് പറഞ്ഞേ. അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ പറ. നിങ്ങളല്ലേ ഓതി പഠിച്ച ആള്. നിങ്ങൾ ഓതി പഠിച്ച ആളല്ലേ? നിങ്ങൾ ഓതി പഠിച്ച ആളല്ലേ? പറയൂ. അപ്പൊ അതിന്റെ അർത്ഥം പറയൂ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. കോയ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അതിന്റെ അർത്ഥം പറ. ഖുർആനിൽ ആരെയും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അതിന്റെ അർത്ഥം പറ.
അതിനർത്ഥം നിങ്ങൾ പറ. നിങ്ങൾ പറ, നിങ്ങളല്ലേ ഓതി പഠിച്ച നിങ്ങൾ പറ. നിങ്ങൾ അലൈഹിം വലല്ലാലീൻ അതിന്റെ അർത്ഥം പറ. എനിക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല. ഇതിപ്പോ എവിടെ കിടക്കണം? ഒന്ന് പറ, ഒന്ന് പറ. നിങ്ങൾ പഠിച്ചിട്ട് എനിക്ക് ഞാൻ ഓതിയത് തെറ്റ്. ഒന്ന് പറ. നിങ്ങൾ എന്താ പറഞ്ഞത്? മറ്റു മതത്തെ വിമർശിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങളോട് ഫാത്തിഹ ഓതാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഫാത്തിഹ ഓതുകയും ചെയ്തു. ഫാത്തിഹയിൽ ഈ പറഞ്ഞ ഭാഗത്തിന്റെ അർത്ഥം നിങ്ങൾ പറയും. നിങ്ങൾ പറയേ, നിങ്ങളല്ലേ ഓടി പഠിച്ച ആള്, എന്നെക്കാളും കൂടുതൽ മതം അറിയാന്നല്ലേ നിങ്ങൾ പറഞ്ഞു. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുള്ള സത്യത്തിന്റെ ഇതാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ അതിന്റെ അർത്ഥം പറയും. ഞാൻ പറഞ്ഞ പറയും അതല്ല അതിന്റെ അർത്ഥം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അർത്ഥം പറയില്ല. ഇല്ല ഞാൻ പറയൂല. ഞാൻ ഏത് അർത്ഥം പറഞ്ഞാലും നിങ്ങൾ പറയും അത് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ആയിക്കോട്ടെ, സമ്മതിച്ചു. അപ്പൊ നിങ്ങൾ പറയും. ഞാൻ ചോദിക്കുന്ന അതൊന്നുമല്ല. നിങ്ങൾ പറയും അതിന്റെ അർത്ഥം പറയും. നിങ്ങൾ വേറെ അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ അതിന്റെ അർത്ഥം നിങ്ങൾ പറ. നിങ്ങൾ പറയാ, അതിന്റെ അർത്ഥം പറയാദ്യം പറയേ. നിങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പുറത്ത് അതില് കൊല്ലാനോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെ അധിക്ഷേപിക്കാനൊന്നും പറയുന്നില്ല. ഇവിടെ ഒരു ക്രിസ്ത്യാനിയോ ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവോ ഒരു മതത്തിനെയും കൊല്ലാൻ പറയുന്നില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി നിങ്ങൾ പറയൂ. നിങ്ങൾ ചോദിച്ചതിന്റെ ബാക്കി ആദ്യം തീർത്തിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. ചോദ്യം മാത്രമാണ്. നിങ്ങളുടെ ചോദ്യം നിൽക്കട്ടെ. അതിന്റെ ബാക്കി ആദ്യം പറഞ്ഞിട്ട് നമ്മൾ പോയാൽ മതി. നിങ്ങൾ ആദ്യം ഇത് പറയൂ. നിങ്ങൾ പറഞ്ഞു നമ്മളോട് വേറെ മതമൊന്നും വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? മതം നമ്മൾ എന്തിനായി വിമർശിക്കണ, കളിയാക്കാൻ പാടില്ല നിങ്ങൾ പറഞ്ഞോ? ഖുർആൻ ഒരു മതത്തിനും കളിയാക്കാൻ പാടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ഈ ഫാത്തിഹ എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓതാൻ കഴിയും? കാരണം ഫാത്തിഹയിൽ കിടക്കുന്നത് അന്യമത നിന്ദയാണ്. അന്യമത നിന്ദ ഇല്ല. അപ്പൊ നിങ്ങൾ ഇതിന്റെ അർത്ഥം പറയും. അവന്റെ മതമാണ് നല്ലത്. ഒരു ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതമാണ് നല്ലത്. മെഴുകൾ അവിടെ നിർത്തൂ പ്രിയപ്പെട്ട പപ്പു കോയ, പ്ലീസ്. പപ്പു, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ പപ്പുവിന്റെ ആരെങ്കിലും ഈ വിളിയാണ് കുഴപ്പം. നിങ്ങൾ പപ്പുവിന്റെ ആരെങ്കിലും വേറൊരു കാര്യം, നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ വളരെയധികം നൊസ്റ്റാൾജിയ വരുന്നു. പപ്പുവിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനത്തെ മെയ്ദീനെ അതാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്കത് തോന്നും. എന്തായാലും അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഏതായാലും ഉത്തരം പറയാൻ പോകുന്നില്ല. നിങ്ങൾ പോയിട്ട് മദ്രസയിൽ ചേർന്നിട്ട് പഠിക്കുക. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് മാരിയത്തിൽ കിബിത്തി ഉണ്ടല്ലോ, മാരിയത്തിൽ കിബിത്തിയെ ചോദിച്ചിട്ട് പഠിക്കുക. ഇനി ചോദിക്കണം. നിങ്ങളുടെ സമയം കഴിഞ്ഞു. നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഇനി അതും കൂടി വേണം. പറഞ്ഞുതരാം. ജോസഫ് മാസ്റ്റർ കൈപറ്റിയ കാര്യം പറയുന്നുണ്ടല്ലോ. ഇവിടെ മുസ്ലിങ്ങള് ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കി, അത് മുഹമ്മദ് നബിയെ കുറിച്ച് ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കി. അതിന്റെ പേരിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ 3-4 പേര് കൂടി അയാളെ കൈപറ്റി. അത് തെറ്റ് തന്നെയാണ്. അതിന് മതവുമായിട്ട് ബന്ധമില്ല. അത് വ്യക്തിപരമാണ്. അത് വ്യക്തിപരമാണ്. പിന്നെ വ്യക്തിപരമല്ല. 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു. 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? 5:33, 6:33 ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് നിൽക്കാൻ പറ്റൂലല്ലോ. അത് വ്യക്തിപരമാണെന്ന് പറഞ്ഞ് മെഴുകി പോകാൻ നമ്മൾ സമ്മതിക്കില്ല. നിങ്ങൾ പറയുന്നത് അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് 5:33 നിങ്ങൾ എടുക്ക്. ഖുർആൻ എടുത്ത് വായിക്കേ. ആരും മുസ്ലിങ്ങളല്ല ഭായി. അത് മുസ്ലിങ്ങളാണ്. അത് ഇസ്ലാമിന്റെ നിയമമാണ്. മുസ്ലിം നാമധാരികളായതുകൊണ്ട് മുസ്ലിം ആവുന്നില്ല. അപ്പൊ നിങ്ങൾ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിമാണോ? ഞാൻ മുസ്ലിം. നിങ്ങളുടെ പേര് നൗഫൽ എന്നല്ലേ? എന്താ മുഹമ്മദ് നൗഫലോ? എന്താ മുഴുവൻ പേര്? മുഹമ്മദ് നൗഫൽ. നിങ്ങൾ മുസ്ലിമാണോ? ഞാൻ മുസ്ലിമാണ്. എന്താ തെളിവ്? ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മയും ഉപ്പയും മുസ്ലിമാണ്. അതന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമാണോ അല്ലേ? നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ? ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു സാധനം ഇസ്ലാമിലെ നിയമം നടപ്പിലാക്കിയാൽ അത് ഇസ്ലാമിന്റെ നിയമമാവോ ഇല്ലേ? നിങ്ങൾ ഇസ്ലാമിൽ ഒരു നിയമം നടപ്പിലാക്കിയാൽ ഖലീഫയായി എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്നിട്ട് ഇസ്ലാമിൽ ഒരു നിയമം നടപ്പിലാക്കുകയാണെന്ന് വിചാരിക്കുക. അത് ഇസ്ലാമിക നിയമം തന്നെയല്ലേ എപ്പോഴും?
അല്ലേ? ഈ 5:33 സാധനമല്ലേ ഇവിടെ ആ പറയുന്ന ആളുകൾ ചെയ്തത്? ഞാൻ ഒരു വാക്യം വായിക്കാം. അത് ഹദീസിലാണോ ഖുറാനിലാണോ നിങ്ങൾ പറയാം. അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കേൾക്കൂ. എല്ലാ മതത്തിലും അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ തൽക്കാലം ജോസഫ് മാഷിന്റെ കൈവെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോകാം. നിങ്ങൾ അവിടെ നിൽക്കൂ. പോലെ നിങ്ങൾ പറയണ ഇടയ്ക്ക് കയറല്ലേ? ഇടയ്ക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, ഇടയ്ക്ക് കയറാൻ പറ്റില്ല. ഇത് വായിക്കുന്നത് മുഴുവൻ നിങ്ങൾ കേൾക്കുക. ഓക്കെ, ഇത് ഖുറാനിലാണോ ഹദീസിലാണോ എന്ന് ആദ്യം പറയാം. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പറയും, ഇല്ലെങ്കിൽ മാര്യത്തിൽ കിപ്തിയാരുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർ വശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. ഇതിലെ ഈ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിക്കളയുക എന്ന് ഇതിനകത്ത് എഴുതിയ സാധനമാണ് ജോസഫ് മാഷിന്റെ മേത്ത് നടത്തിയത്. ഇത് ഖുറാനിലാണോ ഹദീസിലാണോ? പറയും. ഖുറാനിലാണോ ഹദീസിലാണോ? ഈ ഖുറാനും ഹദീസൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് അറിയുന്ന ഖുറാനും ഹദീസ് ഒന്ന് പറഞ്ഞു തന്നട്ടെ. ഞങ്ങള് പറയുന്ന ഖുറാൻ ഹദീസിൽ ഒരു മതത്തിനെയും നമ്മൾ വിശ്വസിച്ചില്ല നിന്ദിക്കരുതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഏതാ കിതാബ് ഒന്ന് പറഞ്ഞുതരൂ. അറിയോ? ഏതാ കിതാബ്? അത് ഞാൻ പഠിത്തത് ഖുറാനിലുണ്ട്. അത് ഏത് ഖുറാനിലെ ഏത് ഭാഗത്താ പറഞ്ഞിരിക്കണെന്ന് പറയും. ഖുറാനിലുണ്ട്. ഏത് ഭാഗത്താണ് പഠിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും പറയാൻ നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയണല്ലോ. അപ്പൊ പിന്നെ അത് അറിഞ്ഞിട്ട് പറയുന്നത് നമ്മളെ വന്നിട്ട് തിരുത്താൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണ് പറയുന്നത്. അന്ന് എവിടെയാന്ന് പറ. ഒരു അന്യന്റെ മയ്യത്ത് കൊണ്ടുവരുന്ന കണ്ടിട്ട് എണീറ്റ് നിന്ന് ബഹുമാനിച്ച ആളാണ് ഞങ്ങൾ നബി അങ്ങനെ ചെയ്തത് അറിയാതെ ചെയ്തു പോയതാണ്. അത് ജൂതനല്ല എന്ന് അറിഞ്ഞപ്പോ എന്നാ ഇനി മേലാൽ എഴുന്നേറ്റ് പോകരുതെന്ന് പറഞ്ഞു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഒരു മതത്തിനെയും നിന്ദിക്കാൻ അല്ലാതെ അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? പിന്നെ വേറൊരു കാര്യം, മറ്റു മതങ്ങളെ നിന്നിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാബയുടെ മുകളിലേക്ക് തീട്ടം വലിച്ചെറിയിപ്പിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഒരു മുസ്ലിം മറ്റു മതങ്ങളെ നിന്ദിച്ചിട്ടുണ്ട്. കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് കേൾക്കൂ. ഞാൻ പറയണൊന്നല്ല, ഇതൊക്കെ ഹദീസിലുള്ള കാര്യം, ചരിത്രത്തിലുള്ള കാര്യം. കാബ പിടിച്ചെടുക്കുന്ന കേൾക്കൂ. മിസ്റ്റർ പപ്പുകോയ കേൾക്കൂ. ഓക്കെ, കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് കേൾക്കൂ മിസ്റ്റർ കോയ. കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ നബി കൈകൊണ്ട് തല്ലി പൊട്ടിച്ച വിഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? പറയൂ. ഓപ്ഷൻ വേണമെങ്കിൽ പറയാം. 72, 32, 360, 4. എത്ര എണ്ണം പറയൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹങ്ങൾ തല്ലി പൊട്ടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. ഹദീസ് ഉണ്ടല്ലോ, നമുക്ക് ഹദീസ് ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. വിഗ്രഹങ്ങൾ അറിഞ്ഞുകൊടുത്ത ആരാന്നറിയോ? ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി, അത് വേറെ കഥയുണ്ട്. അത് ഓർമ്മിപ്പിച്ചതിന് നിങ്ങൾക്ക് പ്രത്യേക ഹൂറി പരാമർശമുണ്ട്. പോട്ടെ, മുഹമ്മദ് നബി തള്ളി പൊട്ടിച്ച വിഗ്രഹങ്ങൾ എണ്ണ എത്ര എന്ന് പറ. നമുക്കറിയില്ല. നമ്മള് ഞാൻ അതിന്റെ വാക്യം ഞാൻ ഇവിടെ ഞങ്ങളുടെ നബി എന്ന് പറഞ്ഞാൽ എല്ലാ ഇതിലും ഇതാണ്. ഒരു ആൾക്കും ശത്രുക്കൾക്ക് പോലും ഒരു തിന്മ പറയാൻ പറ്റാത്ത നബിയാണ്. അങ്ങനെയുള്ള നബി. നിങ്ങൾ പറയുന്ന ഹദീസല്ലേ പോയി, നിങ്ങൾ പറയുന്ന ഹദീസല്ലേ? ആ ഹദീസ് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് കഴിച്ചിട്ട് കല്യാണക്കുറി പറയുന്ന കള്ള ഹദീസാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ജബ്ബാർ മാഷ് എഴുതി തരുന്ന ഹദീസല്ലേ? രവിചന്ദ്രൻ എഴുതി തരുന്ന ഹദീസാണ്. അത് ഞങ്ങൾക്ക് കേൾക്കണ്ട. ഒരു കള്ള ഹദീസ് നമുക്ക് ഞങ്ങൾക്ക് സത്യ ഹദീസ് ഉണ്ട്. സ്വതന്ത്ര ചിന്തകനായ ബുഖാരി എഴുതിയ ഹദീസാണ് കേട്ടോ. അതെ, ഇവിടെ കാണാം. The prophet entered Mecca and there were 360 idols. അതായത് മുഹമ്മദ് നബി മക്കയിൽ പ്രവേശിച്ചു. മക്ക വിജയത്തിന്റെ സമയത്ത് അവിടെ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കഅബയിൽ, അറൌണ്ട് ദ കഅബ. He started stabbing the idols with a stick. എന്നിട്ട് മുഹമ്മദ് നബി എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് അതിനെ തല്ലാൻ തുടങ്ങി, പൊട്ടിക്കാൻ തുടങ്ങി. ഹി ഹാഡ് ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് റിസൈഡിങ് ട്രൂത്ത് ഹാസ് കം ആൻഡ് ഫോൾസ്ഹുഡ് ഹാസ് വാനിഷ്ഡ് എന്ന് പറഞ്ഞ് തല്ല്. ഇതാണ് അവിടെ ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ഹദീസിൽ കാണാം. എന്നിട്ട് ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു തല്ലി പൊട്ടിക്കണട എന്ന് പറഞ്ഞു. ഇതാണ് ഇസ്ലാമിലെ കഥ. കെട്ടുകഥക്കോയ്ക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ കെട്ടുകഥക്കോയ പാർട്ട് 2 റീലോഡ്, അതിൽ നമ്മൾ ഇതെല്ലാം വീണ്ടും ഒറ്റ കാര്യം കൂടെ പറഞ്ഞോളൂ. ഇപ്പം ഈ ജോസഫ്മാരുടെ കൈവിട്ടിയല്ലോ. അപ്പൊ അത് ഇപ്പൊ ഒരു മുസ്ലിമാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയെന്ന് വെക്കട്ടെ, ഈ ക്രിസ്ത്യാനിയോട് ഇത് തന്നെ ചെയ്യും? ഇല്ല,
ചെയ്യും. അതെന്താ ചെയ്യാൻ നിങ്ങൾ പറയുന്നത്? ചെയ്തിട്ടില്ല. ഓക്കെ, കോയ ചെല്ല്. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഇതുവരെ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ ഇതുവരെ ആരെയും പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, നിങ്ങൾ പറഞ്ഞു നോക്ക് ഭായി. പറഞ്ഞു നോക്കി. നിങ്ങളൊരു ക്രിസ്ത്യാനെ കുറിച്ച് ഒരു അൽഫോൻസാമനെ കുറിച്ച് ഒരു അച്ഛനെ കുറിച്ചോ ഏതെങ്കിലും ഒരു ബൈബിളിനെ കുറിച്ചോ നിങ്ങളൊന്ന് വേണ്ടാതീനം പറഞ്ഞു നോക്ക്. നിങ്ങളെ തല വെട്ടുമെന്ന് നമുക്കൊന്ന് കാണാലോ. നിങ്ങളൊന്ന് പറയാം. യേശുക്രിസ്തുവിനെ രണ്ടെണ്ണം പറയല. പേടിയുണ്ടോ? ഞാൻ ഇപ്പൊ ഞങ്ങളുടെ ഈ ഈരാറ്റുപേട്ട എന്ന് പറയുന്നിടത്ത് തീക്കോയി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തിങ്ങിപ്പറയുന്ന സ്ഥലമാണ്. ഞാൻ അവിടെ പോയിട്ട് ഒരു ഭിത്തിയിൽ എഴുതി വെക്കല അവരുടെ മതത്തിനെ കുറിച്ചാണ്. അടി കിട്ടും. അപ്പൊ വേറെ കാര്യങ്ങളെ അപ്പൊ അത്രയും ഒരു ബുദ്ധിയും ഇല്ലാതെ എനിക്ക് ആ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഈ ഇത്രയും ബുദ്ധിയുള്ള പ്രൊഫസർക്ക് ഒരു കോളേജ് അധ്യാപകനാണല്ലോ പുള്ളി. ആ പുള്ളി എന്തുകൊണ്ട് ഇത്ര ഈ ലോകത്ത് കോടാനകോടി വിഷയങ്ങളുള്ള ഉള്ളപ്പം ഈ മുഹമ്മദിനെ തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ അവിടെ. മുഹമ്മദിന്റെ ഇത് അതൊരു പുസ്തകത്തിലുള്ള സാധനം. എന്തുകൊണ്ട് ഇനി പറയാം, പോട്ടെ, മൂപ്പരെന്താ തെരഞ്ഞെടുത്തുള്ളത് പോട്ടെ. പക്ഷെ എന്തുകൊണ്ട് കൈവെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൈവെട്ടിയ ആളുകളൊക്കെ നിങ്ങളെ മാതിരിയായിരുന്നു, വന്ന ഉദ്യോഗായിരുന്നു. ഓക്കെ, അപ്പൊ ശരി, കോയച്ചല്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓ, തീരൂല. അപ്പൊ ഇതാണ് കഥ. അപ്പൊ എഡിറ്റർ ബ്രോ, നമുക്കുള്ള പണിയായി. ഓക്കെ, കട്ട് ചെയ്തിട്ടോളൂ. നമുക്കുള്ള കോണ്ടന്റ് നമ്മുടെ കോടതി ചെലവ് ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. ഓക്കെ, എത്ര കോയമാർ വിളിക്കുന്നോ അത്രയും കണ്ട് എൻ്റെ കോടതി ചെലവാണ് ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ എന്നെക്കൊണ്ട് എൻ്റെ ഒരു ഫോണാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു ഐഫോൺ കൊടുക്കേണ്ടി വന്നു അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മളിവിടെ തിരിച്ചു പിടിച്ചിരിക്കും, ഡോണ്ട് വറി. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. മൂപ്പര് പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ എടുക്കണ്ടല്ലോ, നിങ്ങൾ പറയും. എനിക്ക് വയ്യ, വിശക്കുണ്ട്. പള്ള തള്ളയ്ക്ക് വിളിക്കണ്ട, അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അവസാനം ഒരു ഭീഷണിയല്ലേ ഉണ്ടായത്? അതെ, ഭീഷണി തന്നെയാണ് ഉണ്ടായത്. പുള്ളിക്ക് എന്താ വെച്ചാൽ ക്രിസ്ത്യാനികൾ വാളെടുക്കുന്നില്ല, അതാണ് പുള്ളിയുടെ പ്രശ്നം. അവരും കൂടി വാളെടുത്തിട്ട് വേണം അതേ കണ്ടില്ല അവരും വാളെടുക്കുന്നു എന്ന് പറയാൻ. അത് നടക്കില്ല. ഇതാണ് കഥ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട നൗഫൽ അറിയാൻ വേണ്ടിയിട്ട് പറയും. മുഹമ്മദ് നൗഫൽ എന്നല്ല പേര് പറഞ്ഞത്. അതെ, അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന മാതിരി അല്ല ഇവിടെയുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങളും ചിന്തിക്കുന്നത്. അവർ ഇസ്ലാം പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു വാക്യം വായിച്ചു കഴിഞ്ഞാൽ അത് ഹദീസുകളാണോ ഖുർആനിലാണോ എന്ന് പോലും തിരിച്ചറിയാത്ത നമ്മളുടെ എഡിറ്റർ ബ്രോ ഇട്ട ആ ടൈറ്റിലാണ് എനിക്ക് ഓർമ്മ. ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാത്ത ആളാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്. ഏതെങ്കിലും സുഹിരിയോ വല്ല ഹൈത്തമിയോ അല്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ടെങ്കിൽ ഒന്ന് വന്ന് ഇസ്ലാമിനൊന്ന് രക്ഷിച്ചു കൊടുക്കുക എൻ്റെ പൊന്നണ്ണന്മാരെ. ഇതേപോലെയുള്ള പാവം പിടിച്ച ആളുകളെ ഒന്നും പിടിച്ചു വിട്ടിട്ട് ഇതേപോലെയുള്ള ഊക്ക് മുഴുവൻ ഇസ്ലാമിന് വാങ്ങിച്ചു കൊടുക്കുന്ന അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇത് കുറച്ച് കാലം കൂടിയൊക്കെ തള്ളി നീക്കിയൊക്കെ പോകണം എന്ന ഒരാഗ്രഹം എനിക്കുണ്ട്. കാരണം കോടതി ചെലവ് കുറേ ഉള്ളതാണ്, തിരിച്ചു പിടിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ബിരിയാണി തീറ്റ മുറ്റിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ തീരൂല. അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പരമാവധി നമ്മളുടെ ഈ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങളുടെ ഭാഗമാകാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് ആദ്യവും അവസാനവും പറയാനുള്ളത്. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇനി ഉറങ്ങേണ്ട സമയമാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.